ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഓക്കെ, എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോകണേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം സപ്പോസ് ഇന്ന് ഇപ്പം പേര് അഭിരാജ് ഉണ്ണി എത്ര വർഷമായി ബിസിനസ് ചെയ്യണം? 3 വർഷമായി. ഇന്ന് സപ്പോസ് താങ്കളെ തട്ടിക്കൊണ്ടുപോകണമെന്ന് വിചാരിച്ചോ, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് താങ്കൾ തിരിച്ചു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ബിസിനസ് എവിടെ ഉണ്ടാവും? താങ്കളുടെ ബിസിനസ് എവിടെ ഉണ്ടാവും ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ ഉണ്ടാവും. ഇനി 10 വർഷം കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ, 10 വർഷം കഴിഞ്ഞ ഉണ്ണിച്ചേട്ടൻ, താങ്കളുടെ ബിസിനസ് എവിടെ ഉണ്ടാവും? ബിസിനസ് ഉണ്ട്, 10 വർഷമായി, താങ്കളെ തട്ടിക്കൊണ്ടുപോകണേന്ന്. 10 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ ആരാ കൊണ്ടുപോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. 10 വർഷം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ആണ് താങ്കൾ തിരിച്ചു വന്നത്. 4 വർഷം കഴിയുമ്പോൾ താങ്കളുടെ ബിസിനസ് എവിടെയായിരിക്കും? കാണത്തില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, 300 പേരുണ്ട് അല്ലേ? ഈ 300 പേരും ബിസിനസ് ചെയ്യുന്നവരാണ്. ഈ 300 പേരെ നിങ്ങളൊന്ന് നിങ്ങളുടെ ബിസിനസിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് ഇല്ലാതായാൽ, അല്ലെങ്കിൽ അടുത്ത ഇപ്പൊ നമുക്കറിയാം അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ വലിയ ബിസിനസ്സാണ്, 1700 കോടി ആസ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാ അല്ലേ? ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജയിലിൽ പോയി അല്ലേ? ഈ ജയിലിൽ പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ വ്യക്തി തിരിച്ചു വന്നത്. ഈ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് നമ്മളെല്ലാവരും ഇങ്ങനെ എന്തുട്ടാ അഭിമാനിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വലിയ ബിസിനസ്സാണ്, എനിക്ക് വലിയ ടീമുണ്ട്. ഈ പറഞ്ഞ അറ്റ്ലസ് രാമചന്ദ്രന് ടീം ഉണ്ടായിരുന്നില്ലേ? സിസ്റ്റം ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? പക്ഷെ എന്ത് പറ്റി? ഇദ്ദേഹത്തിന് ബിസിനസ്സിന് എന്ത് പറ്റി? ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ പണി കൊടുത്തത്. ശരിയല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ഈ ബിസിനസ്സാണ്, പാസീവ് ഇൻകമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, പിടിച്ചതാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ അവിടെ അതെന്റെ ഇങ്ങത്തെ ബാധിക്കും. അപ്പൊ അവിടെ നമ്മളിപ്പോ ഒന്ന് ചിന്തിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ടാറ്റ പോലുള്ള ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റുമോ? ഇൻഫോസിസ് തുടങ്ങാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കി തുടങ്ങാൻ പറ്റുമോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവരെല്ലാവരും നമ്മളെയൊക്കെ കഴിവ് കുറഞ്ഞവരാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അഭിമാനത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വരുമാനത്തിൽ നിന്ന് ഒരു 100 രൂപ കിട്ടുന്ന സമയത്ത് അതിൽ നിന്നൊരു 20 രൂപ എടുത്തിട്ട് നമ്മൾ ഈ തരത്തിലുള്ള കമ്പനികളിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ താങ്കളുണ്ടെങ്കിലും ആ കമ്പനികൾ വളരും. ശരിയല്ലേ? ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിലും ആ കമ്പനികൾ വളരും. ഇപ്പൊ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ടാറ്റ വളരണ. ഈ ടാറ്റ വളർന്നു കഴിഞ്ഞാൽ അതിൽ ഷെയറിൽ അല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നമുക്കൊരു 100 രൂപ കിട്ടുന്ന സമയത്ത് നിങ്ങൾ 80 രൂപ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തോ. ബാക്കി 20 രൂപ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ബിസിനസ് ചെയ്യുന്ന നല്ല ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മികച്ച രീതിയിൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിച്ചോ. എൻ്റെ പേര് പ്രിംസൺ ഡയസ് ഇൻവെസ്റ്റ്.